ആദിത്യൻ ഓമനക്കുട്ടൻ ചെല്ലാനത്ത് നിന്നാണ് ചേരുന്നത്. ചെല്ലാനത്തെ പ്രശ്നം നമുക്കറിയാം, എല്ലാ തവണയും നമ്മൾ പറയുന്നതാണ്. കടൽക്കയറ്റമൊക്കെ അത് രൂക്ഷമായിട്ടുള്ള സമയമാണ്. എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥയെന്ന് ആദിത്യൻ ഓമനക്കുട്ടൻ പറയും. ആദിത്യൻ, ചെല്ലാനത്തെ ദുരിതമൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരൊക്കെ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? പൂജ, ചെല്ലാനത്ത് കണ്ണമാലി മേഖലയിലാണ് ഇന്നലെ വെള്ളം കയറിയത്. കടൽ കയറിയതിനെ തുടർന്ന് വീടുകളിലൊക്കെ വെള്ളം കയറിയത്. പക്ഷേ ഇപ്പോൾ ആശ്വാസകരമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളമെല്ലാം ഇറങ്ങി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വെള്ളം ഇറങ്ങിയ നിലയിലാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെല്ലാനം കണ്ണമാലി ഭാഗത്ത് വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ചപ്പോൾ മനസ്സിലാക്കാനാകുന്നത് പൂർണ്ണമായും വെള്ളം ഇറങ്ങി ആളുകളൊക്കെ അവിടെ സമാധാനപരമായി നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ കടലിൻ്റെ കാര്യമെടുത്തായാലും തീരത്തൊക്കെ തിരകളിലൊക്കെ വലിയ കുറവുണ്ട്. വലിയ തിരകളൊന്നുമില്ല. ശാന്തമായ അന്തരീക്ഷം തന്നെയാണ് കടലുകളെ സംബന്ധിച്ചുമുള്ളത്. തീരദേശ മേഖലയിൽ അതേസമയം ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്നലെ ഈ കണ്ണമാലി ചെല്ലാനത്തും അല്ലാതെ നായരമ്പലത്തും പറവൂരിലെ ചില മേഖലകളിലുമൊക്കെ ഈ കടൽ കയറിയിരുന്നു. അതുകൊണ്ട് തന്നെ കടലാക്രമണത്തിന് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കിഴക്കൻ മേഖലയിലായിരുന്നു അതല്ലാതെയുള്ള ഈ മഴയുടെയും മണ്ണിടിച്ചിലിന്റെയും ഒക്കെ പ്രശ്നം. കോതമംഗലത്തും കോട്ടപ്പടിയിലും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ കിഴക്കൻ മേഖലയിൽ പ്രശ്നമുണ്ടായിരുന്നു. മണ്ണിടിച്ചിലുണ്ടായ കോലഞ്ചേരിയിലെ ഒരു വീട് നമ്മൾ ഇന്നലെ വാർത്ത നൽകിയിരുന്നു. അതുപോലെ തന്നെ നഗരത്തിൽ പ്രത്യേകിച്ച് വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. ഈ വേനൽ മഴയിൽ കൊച്ചി നഗരത്തിന്റെ വിവിധ മേഖലകളിൽ വെള്ളം കെട്ടിയത് നമ്മൾ പുറത്തുവിട്ടിരുന്നു വാർത്ത. എന്തായാലും ഇപ്പോഴത്തെ മഴയിൽ എന്തായാലും കൊച്ചി നഗരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യമില്ല. തുടർച്ചയായി മഴ പെയ്താൽ 2 മണിക്കൂറിലൊക്കെ അധികം മഴ പെയ്താലാണ് കൊച്ചി നഗരത്തിൽ വെള്ളം കയറുന്നത്. എന്തായാലും ഇടവിട്ട് നേരിയ മഴ പെയ്യുന്ന സാഹചര്യമേ ഉള്ളൂ. ഇന്ന് എറണാകുളം ജില്ലയിൽ വിവിധ മേഖലകളിലായി മഴയ്ക്കും കാറ്റിനുമൊക്കെ ശമനമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആലുവ, പെരുമ്പാവൂർ ഭാഗങ്ങളിലൊക്കെ കനത്ത കാറ്റിൽ വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു, റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അതിലൊക്കെ ശമനമുണ്ടായിട്ടുണ്ട്. ഇന്ന് എറണാകുളം ജില്ലയിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലവിൽ നഗരത്തിലും തീരപ്രദേശത്തും മലയോര മേഖലകളിലുമൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇന്ന് എറണാകുളം ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൂജ, ശരി. ആദിത്യൻ ഓമനക്കുട്ടനാണ് ജില്ലയിലെ സാഹചര്യം പറഞ്ഞത്. എന്തായാലും ഈ വെള്ളമൊക്കെ കയറി കൂടുതൽ പ്രശ്നങ്ങൾ ജില്ലയിലൊക്കെ ഉണ്ടാകാതിരിക്കട്ടെ അല്ലേ?